ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലും ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധം പുനരാരംഭിക്കുന്നു എന്ന സൂചന നൽകി കഴിഞ്ഞ ദിവസം ലെബനനിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. സംഘർഷം പുനരാരംഭിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ലെബനനിൽ പുതിയ ആശങ്കകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി ആരോപിച്ച ലെബനനും ഹിസ്ബുള്ളയും സ്വയം പ്രതിരോധിക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതേസമയം തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏത് ഭീഷണിയും ചെറുക്കാൻ ആക്രമണം തുടരുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ താമസക്കാരോട് ഒഴിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് 3 നഗരങ്ങളിൽ ഇസ്രായേൽ വിമാനങ്ങൾ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രായേലുമായി ചർച്ചകൾക്ക് ശ്രമിക്കരുത് എന്ന് ലെബനൻ സർക്കാരിനോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ മണിക്കൂറുകൾക്കകമാണ് ലെബനനെ നടുക്കി വ്യോമാക്രമണം അരങ്ങേറിയത്. തെക്കൻ ലെബനനിലെ തയർ ജില്ലയെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഹിസ്ബുള്ളയുടെ നിർമ്മാണ യൂണിറ്റിലെ അംഗങ്ങളെ ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വെടിനിർത്തലിനിപ്പുറവും ആക്രമണം നടക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലെബനനിലും ഗാസയിലും ഒരേ മോഡലാണ് ഇസ്രായേൽ പിന്തുടരുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. യുദ്ധവുമില്ല, സമാധാനവുമില്ല, പിന്നെ നോ വാർ നോ പീസ് എന്ന ആശയം ആക്രമണം നടത്തി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട ശേഷം ഈ കരാർ നിലനിൽക്കവേ തന്നെ ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ വീണ്ടും ഈ രാജ്യങ്ങളിൽ അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പറയുന്നത്. ഗാസയിൽ ഒക്ടോബർ 10 വെടിനിർത്തൽ കരാറിന് ശേഷവും ലെബനനിൽ 1 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇതേ ആക്രമണ പദ്ധതികൾ തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ലെബനനിൽ 1 വർഷം മുൻപാണ് ഇസ്രായേലും ലെബനനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. പക്ഷേ അതിനുശേഷവും ഇസ്രായേൽ ചെറിയ ചെറിയ ആക്രമണങ്ങൾ പലപ്പോഴായി നടത്തുന്നതായി ലെബനൻ ഭരണകൂടവും സായുധ സംഘമായ ഹിസ്ബുള്ളയും ആരോപിച്ചിട്ടുണ്ട്. അടിക്കടിയുള്ള ആക്രമണങ്ങളിൽ ലെബനൻ അശാന്തിയുടെ തുരുത്തായി രൂപപ്പെട്ടു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതുവരെ ആക്രമണം തുടരാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ആക്രമണം തുടരുന്ന അത്രയും കാലം നിരായുധീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നു. ഇസ്രായേൽ തെക്കൻ ലെബനിൽ നടത്തിയ ആക്രമണങ്ങളെ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ വിമർശിച്ചു. ഇസ്രായേൽ നടത്തിയത് പൂർണ്ണമായും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നിരക്കാത്ത കുറ്റകൃത്യമാണ് എന്നാണ് ജോസഫ് ഔൻ വിമർശിക്കുന്നത്. ഭീകരവാദം, ലക്ഷ്യം വെച്ചുള്ള ആക്രമണം, ജനങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകൃത്യമാണ്. ഈ കുറ്റകൃത്യമാണ് ലെബനനിൽ നടന്നിട്ടുള്ളത് എന്ന് ജോസഫ് ഔൻ പറയുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേലി യുദ്ധവിമാനം താഴ്ന്നു പറന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വംശീയമായ ഉന്മൂലനം തന്നെ നടത്തിയ ഗാസയിൽ ഒക്ടോബർ 10 വെടിനിർത്തൽ സമാധാന പദ്ധതി നിലവിൽ വന്ന ശേഷവും 100-ലധികം തവണ ആക്രമണം നടന്നിട്ടുണ്ട്. അവയെല്ലാം ഇസ്രായേൽ നടത്തിയത് ഹമാസ് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകുന്നില്ല എന്നും ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. യുദ്ധം ബാക്കിവെച്ച ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 10,000-ഓളം മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാനുണ്ട് എന്നാണ് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കാണാതായ വ്യക്തികൾക്കായുള്ള സമിതിയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുഴിമാടം എന്നാണ് ഗാസയിലെ കെട്ടിടാവശിഷ്ടങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. 10,000-ഓളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും വ്യാപകമായ നാശനഷ്ടവും ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവവും കാരണം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2 വർഷമായി നടന്ന യുദ്ധത്തിൽ ഇതുവരെ 68,872 പേർ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഏകദേശം 1,70,677 പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 240 പേർ കൊല്ലപ്പെടുകയും 607 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 511 മൃതദേഹങ്ങൾ ഇക്കാലയളവിൽ കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്.